മനസ്സ് അതൊരു കലവറയാണ്. ചിന്തകളുടെ, ആശയങ്ങളുടെ, സ്വപ്നങ്ങളുടെ, പ്രതീക്ഷകളുടെ, പിന്നെയോ ജീവിത രീതികളുടെ ഒരു കലവറ. കലവറ തുറന്ന് ഒന്നൊന്നായി കൊടുത്ത് ശൂന്യമാക്കപ്പെടുന്ന ഒരു പ്രത്യേക നിമിഷത്തിൽ മനസ്സിന്റെ താളം നഷ്ടപ്പെടുന്ന ചിലരെങ്കിലുമൊക്കെ നമുക്ക് ചുറ്റിലും നോവിന്റെ നേർക്കാഴ്ചയായി പ്രത്യക്ഷപ്പെടാറില്ലേ? ഓ കഷ്ടം, പാവം എന്നൊക്കെ നാം പറഞ്ഞു പോകുന്ന അത്തരം നിമിഷങ്ങളിൽ ദയാവായ്പിന്റെ കൈത്താങ്ങ് നീട്ടാൻ ആരെങ്കിലും ഉണ്ടാകണം. അതെ, ഹോളി ഫാമിലി കോൺഗ്രിഗേഷന്റെ ശതാബ്ദി സ്മാരകമായി ഉയർന്നു വന്ന അത്തരമൊരു സംരംഭമാണ് സ്നേഹാരം. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി എത്രയോ വലുതാണ് എന്ന് ആർക്കും അറിയാൻ മേല. വിശുദ്ധ മറിയം ത്രേസ്യായുടെ ആർദ്രതയൂർന്ന വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് പ്രേക്ഷിത തീക്ഷ്ണതയും മാനുഷിക മൂല്യങ്ങളും കുടുംബ ചൈതന്യവും സ്വന്തമാക്കി സമൂഹം മാറ്റി നിർത്തുന്നവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ ത്യാഗപൂർവം സേവനം ചെയ്യുന്ന തിരുകുടുംബ സന്യാസിനികൾ. മാനസിക വിഭ്രാന്തിയാൽ വലയുന്നവർക്ക് അസമാധാനത്തിന് നടുവിൽ ആശ്രയമേകുന്ന അത്താണിയായി മാറുന്ന ഈ സ്നേഹതീരമെന്ന സ്നേഹാരം. വീടിന്റെ ഉള്ളറകളിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും പുത്തൻ വസന്തം വിരിയിച്ച് സ്നേഹക്കൂട്ടായ്മയിൽ സ്നേഹാരാമിലെ ഓരോ ദിനവും മുന്നോട്ട് നീങ്ങുന്നു. ഇന്ന് സ്നേഹാരാമിൽ 20 അംഗങ്ങളുണ്ട്. ഇവർ സ്നേഹാരാമിനെ സ്വന്തം കുടുംബമായി കാണുന്നു. അധ്വാനത്തിന്റെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഐക്യത്തിൽ സ്നേഹാരാമിന്റെ മക്കൾ ഈ സ്ഥാപനത്തിന്റെ മനോഹാരിതയെ വർദ്ധിപ്പിക്കുന്നു. കൂട്ടായ പ്രവർത്തനങ്ങളും പരസ്പരമുള്ള സഹായവും ഇവരുടെ വലിയ പ്രത്യേകതയാണ്. മതിലുകൾക്കുള്ളിലെ ഇവരുടെ ജീവിതത്തെ ആസ്വാദികരമാക്കുന്നതാണ് കായികാധ്വാനം, പ്രാർത്ഥന, ഉല്ലാസം, കളികൾ, ശാരീരിക വ്യായാമ പരിപാടികൾ തുടങ്ങിയവ. പ്രാർത്ഥനയുടെ ഒരു വലയം തീർത്ത് സ്നേഹത്തിന്റെ കൂടാരത്തിൽ ദൈവിക അഭിഷേകത്തോടെ ഇവർ മുന്നോട്ട് നീങ്ങുന്നു. സന്മനസ്സുള്ളവരുടെ വിശാലതയും അധ്വാനത്തിന്റെ ഒരു ഭാഗവും സ്നേഹാരാമിന് വേണ്ടി ചിലവഴിച്ചതാണ് ഇതിന്റെ ഇന്നുവരെയുള്ള വളർച്ചയെ താങ്ങായി നിന്നിട്ടുള്ളത്. നിയമാവർത്തനം 10:18. ദൈവം അനാഥർക്ക് നീതി നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ദൈവനീതിക്ക് മുൻപിൽ കുടുംബങ്ങളെ സമർപ്പിച്ച് മാനസിക ബന്ധനത്തിന് നടുവിൽ വീർപ്പുമുട്ടുന്ന, കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ അവരെ സ്വന്തമായി സ്വീകരിക്കാൻ അവർക്ക് മാത്രമായി ആശ്രയമേകുന്ന ഒരു ഭവനം. അതിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി യത്നിച്ച എല്ലാ അധികാരികളെയും നന്ദിയോടെ സ്മരിച്ച് കൃതജ്ഞതയുടെ 10 വർഷങ്ങൾ.